അപ്പൊ ഇന്നത്തെ ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിരുന്നു ഈ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാൻ വിചാരിച്ചത്. ഇനി നേരത്തെ വീഡിയോ ഒന്നും ഇട്ടില്ല, എനിക്ക് കുറച്ച് തിരക്കുകളുള്ള കാരണമാണ് ഒന്നും പറയാതിരുന്നും വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് എല്ലാം കൂടെ ഇന്ന് ഇപ്പൊ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്തായാലും വീഡിയോട്ട് പോകാം. അപ്പൊ ഇന്ന് നമ്മുടെ ജാസ്മിനും അതുപോലെ തന്നെ റസ്മിന്റെ വീട്ടുകാരാണല്ലോ വീട്ടിലോട്ട് വന്നത്. അപ്പൊ ഓൾറെഡി നമ്മൾ ഇന്നലെ ഭയങ്കര ഗുമ്മൊക്കെ കൊടുത്ത് ഭയങ്കര അതായത് ജാഫർക്ക് ഭയങ്കര പൊളിക്കും മാസം എന്നൊക്കെ പറഞ്ഞ എല്ലാവരും കാത്തിരുന്ന ഒരു ഇതായിരുന്നു. പക്ഷെ പ്രതീക്ഷിച്ച പോലെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. എല്ലാ വീട്ടുകാരും വരുന്ന പോലെ അത്രയും ഓളമൊന്നും സൃഷ്ടിക്കാനും പറ്റിയില്ല കേട്ടോ. സാധാരണ പോലെ എന്തോ അത്ര ഇച്ചിരി ബോറൊക്കെ തോന്നി എനിക്ക്. എന്തായാലും കാലത്തോട്ട് കിടക്കാം. അപ്പൊ ജാസ്മിൻ ആണെങ്കിൽ വന്നപ്പോ തന്നെ നമ്മുടെ ഉമ്മാടെ ഉപ്പാടെ ഒക്കെ പുറകെ നടക്കുന്നുണ്ട്, എന്തെങ്കിലും വീണ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം പക്ഷെ ഉമ്മയും ഉപ്പയാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ വിട്ട് പറയുന്നൊന്നുമില്ല. ഉമ്മ പ്രത്യേകിച്ച് ഒന്നും വിട്ട് പറയുന്നില്ല കേട്ടോ. വാപ്പയാണെങ്കിൽ കുറച്ച് എനിക്ക് തോന്നുന്നു ഉമ്മ ഇച്ചിരി വേറൊരു ക്യാരക്ടറാണ്, വാപ്പയും ജാസ്മിനും സെയിം ക്യാരക്ടറാണ്. കാരണം കുറെയൊക്കെ അവർ ആക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. വാപ്പ എനിക്ക് തോന്നുന്നു ജാസ്മിനെ നന്നായിട്ട് തേച്ച് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ നിങ്ങൾക്ക് പറയാം. ഓൾറെഡി മറ്റേ ഈ ജാസ്മിൻ ആണെങ്കിൽ ബ്ലോക്കിന്റെ കാര്യമൊക്കെ ചോദിച്ചു, എന്തിനാ എന്നെ വിളിച്ച് പറഞ്ഞത്, എനിക്കത് കേട്ടപ്പോൾ വിഷമായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പത്തേക്കും വാപ്പയാണെങ്കിൽ വാപ്പയ്ക്ക് അറിയാലോ പുറത്ത് നടന്ന പ്രശ്നങ്ങളൊക്കെ, അതുകൊണ്ട് തന്നെ അത് മാറ്റി വേറെ ഇതിലോട്ട് ടേൺ ചെയ്ത് പോകുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ വിഷയം അങ്ങനെ കഴിഞ്ഞ് എന്നിട്ട് പിന്നെ ഞാൻ മാലയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞതല്ലോ, മാല ഊരിയതും അതുപോലെ തന്നെ വേറെ മാല കൊടുത്ത കാര്യം ഫോട്ടോ എടുത്ത് മറ്റേ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അതിനുശേഷമാണ് പിന്നെ ഈ ടെഡി ബിയറിനെ കാണിച്ചിട്ട് വാപ്പ പറയുന്നുണ്ട്, ഈ ടെഡി ബിയർ ആരാ വാങ്ങിത്തന്നത് നിങ്ങൾക്ക് അറിയാലോ എന്ന് പറയുന്നുണ്ട്. അപ്പത്തേക്കും ജാസ്മിൻ ഒന്നും എന്നുള്ള രീതിയിലാണ് ഒരു പുല്ല് വില പോലും കൊടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം സാധാരണ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ ഒരു ഗിഫ്റ്റ് ആണോ അല്ലെങ്കിൽ ആള് തരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും അല്ലേ. വേറെ ആരുടെയും കാര്യം പറയണ്ട, നോറയുടെ ബോയ് ഫ്രണ്ട് ആ ഒരു ഫോട്ടോ ഫ്രെയിം കൊടുത്തപ്പോൾ നോറയുടെ ഹാപ്പിനെസ് നിങ്ങൾ കണ്ടതാണ് അല്ലേ. അപ്പൊ ജാസ്മിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. സാധാരണ പോലെ അപ്പൊ അവനവിടെ അങ്ങ് ഇട്ടു, അത്രേ ഞാൻ ആ ലൈവിനകത്ത് ഞാൻ അങ്ങനെ കണ്ടുള്ളൂ. അതിനുശേഷം പിന്നെ ഉമ്മോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്ന ജാസ്മിനെയാണ് കണ്ടത്. അതായത് ജാസ്മിൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താണ് ഉമ്മ എന്തൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കിഴിഞ്ഞ് കിട്ടുമോ, പുറത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റുമോ, അഫ്സലിന്റെ കാര്യമൊക്കെ ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതായത് അഫ്സൽ പോയോ, ഇവിടെ നമ്മുടെ സായി വന്നിട്ട് പറഞ്ഞായിരുന്നില്ല അഫ്സല് ഓൾമോസ്റ്റ് നിർത്തി, ഈ റിലേഷൻ വേണ്ട എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചില്ല. അപ്പൊ എന്നിട്ട് നമ്മുടെ ജാസ്മിൻ അങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് അവർ പറയുന്നത് വിശ്വാസമില്ല അമ്മ, പക്ഷെ നിങ്ങൾ പറയുന്ന എന്താ നിങ്ങൾ എന്താണോ പറയുന്നത് അതായിരിക്കും. അപ്പൊ ഉമ്മ അതേക്കുറിച്ചൊന്നും വിട്ടു പറഞ്ഞൊന്നുമില്ല. അതുപോലെ തന്നെ ലൈവിൽ നടന്ന വേറൊരു സംഭവമാണ്, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തില് ജയിലിലെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ ജയിലിലെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ജിൻഡോന്റെ കാര്യം എടുത്തിട്ട് അപ്പൊ ഉമ്മ പറയുന്നുണ്ട്, ജിൻഡോന്റെയും അതുപോലെ തന്നെ ജാസ്മിന്റെയും കോംബോ ഉമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ എന്താണ് ചേട്ടനിയന്മാരെ പോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ചേട്ടനിയന്മാരല്ല, ഈ അനിയത്തിയും ചേട്ടൻ എന്ന ഒരു കോംബോ പോലെ ഫീൽ ചെയ്ത് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പത്തേക്കാണ് ജാസ്മിൻ പറയുന്നത്, ആ ഉമ്മ അതായത് ജിൻഡോ ആണെങ്കിൽ ഈ ഗബ്രി പോയല്ലോ അതിന്റെ പിറ്റേ ദിവസം വന്നിട്ട് എനിക്ക് കോഫി ഒക്കെ ഇട്ട് തന്നായിരുന്നു, എന്നിട്ട് പറഞ്ഞു നീ കുടിച്ചോ, നിനക്ക് വേണ്ടി ഞാൻ ഇട്ടേക്കുന്നത്, നീ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്, വിഷമിക്കേണ്ട, കുടിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹത്തിൽ തന്നു, ഭയങ്കര സ്നേഹ. പക്ഷെ അതല്ല എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. അതായത് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരൻ പിറ്റേ ദിവസം വന്നിട്ടാണ് അങ്ങനെ എന്താണ് ഗബ്രി പോകാനുള്ള കാരണം ഞാനാന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ എനിക്ക് ദേഷ്യം വരില്ല. ഉമ്മ അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഡിസ്കസ് അങ്ങനെ ജിൻഡോയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പത്തേക്ക് പിന്നെ പറയുന്നുണ്ട് ജയിലിൽ വെച്ച കാര്യം പറയുന്നുണ്ട്. അത് ജയിലിൽ വെച്ച് അടിച്ചല്ലോ, ജിൻഡോനെ അടിച്ചല്ലോ ഉമ്മ, ഞാനാണെങ്കിൽ അങ്ങനെ അടിച്ചു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അടിച്ചു പോയി ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഉമ്മ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല മോളെ, നീ ഇത്രയും മൂത്ത് തരിക എന്നൊക്കെ പറഞ്ഞ് ഉമ്മ ഉപദേശിക്കുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിലാണ്, അതിനെ എതിർത്തൊന്നും സംസാരിച്ചൊന്നുമില്ല, അത് അക്സെപ്റ്റ് ചെയ്യുന്ന രീതി തന്നെയാണ് പറഞ്ഞത്. പിന്നെ പറയുന്നുണ്ട്, ഞാനും ജിൻഡോക്കൊക്കെ ആണെങ്കിൽ എത്ര വഴക്കിട്ടാലും പിന്നെയും അങ്ങോട്ട് പിറ്റേ ദിവസം പോയി സംസാരിക്കും. അത് ശരിയാട്ടോ, അത് ജാസ്മിന്റെ ആണെങ്കിൽ പോലും അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോന്റെ ആണെങ്കിൽ പോലും ഒരു എടുത്ത് പറയേണ്ട ഒരു ക്വാളിറ്റി തന്നെയാണ്. അവർ രണ്ടുപേരും ആരെടുത്ത് വഴക്കിട്ടാലും ഇന്ന ആളെന്നൊന്നുമില്ല, ആരെടുത്ത് വഴക്കിട്ടാലും അവർക്ക് ഒരു വിദ്വേഷമോ അല്ലെങ്കിൽ മനസ്സിനകത്തൊരു ദേഷ്യം വെച്ച് പിന്നെ പെരുമാറാറില്ല. പിറ്റേ ദിവസം തന്നെ പോയി സംസാരിക്കുന്നത് കാണാറ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ജാസ്മിനും ഗബ്രി അല്ല, ജാസ്മിനും ജിൻഡോ അങ്ങനെ തന്നെയാണ്. അപ്പൊ അത് തന്നെയാണ് അവിടെ ലൈവിനകത്ത് ജാസ്മിൻ ഉമ്മയുടെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഉമ്മ മോളും അപ്പൊ സമ്മതിച്ചു, അങ്ങനെയൊക്കെ കഴിഞ്ഞു. പിന്നെ അതിനുശേഷം പിന്നെ അവരൊക്കെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജാസ്മിന്റെ ഉപ്പയാണെങ്കിൽ ജിൻഡോന്റെ അടുത്ത് അധികം സംസാരിക്കുന്നത് പോലെ ഫീൽ ചെയ്തില്ല എനിക്ക്, അങ്ങനെ ഞാൻ കണ്ടില്ല കേട്ടോ. ഉമ്മയ്ക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു. അതിനുശേഷം പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ലൈവിനകത്ത്. പിന്നെ ശേഷം അവർ പോയി, ഇപ്പൊ കുറച്ചു മുമ്പ് അവർ പോയതിന് ശേഷമാണ് ഇപ്പൊ ലൈവിൽ നടന്നൊരു കാര്യം നടക്കുന്നത്. അതായത് ജാസ്മിൻ തന്നെ റസ്മിന്റെ അടുത്ത് പറയുന്നുണ്ട്, അഫ്സലിക്കാണ് ഉമ്മേനും ഉപ്പേനെയും കൊണ്ടുവിട്ടത്, എയർപോർട്ടിൽ കൊണ്ടുവിട്ടത്, ഒട്ടും വയ്യായിരുന്നു, എന്നിട്ട് പോലും കൊണ്ടുവിട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പം എത്ര കൺസേൺ ഉള്ള ഒരാളായിരിക്കണം അല്ലെ. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി, ആ സോഷ്യൽ മീഡിയയിലെ പുള്ളിക്കാരൻ എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നു അല്ലെ. ഫുൾ സൈബർ അറ്റാക്ക് ആയിരുന്നു ഈ അഫ്സൽ എന്ന ആളുടെ ദേഹത്തോട്ട് അല്ലെ. എന്നിട്ട് പോലും അവസാനം വന്നിട്ട് പറഞ്ഞു, ഇനി എന്റെ പേര് വലിച്ചിടരുത്, ജാസ്മിൻ ഞാനായിട്ടുള്ള ബന്ധം ഇനി ഇല്ല എന്നൊക്കെ പറഞ്ഞ ആളാണ്.
എന്നിട്ടും ആ ഒരു സ്നേഹം ഉള്ളത് കൊണ്ട് മാത്രമായിരിക്കും ഇത്രയും കാര്യം ജാസ്മിൻ ഇത്രയും കാര്യത്തിൽ ഇങ്ങനെ ഇടുന്നത്. അല്ലെങ്കിൽ ഉപ്പാനും ഉപ്പനും കൊണ്ട് ഇവിടെ കൊണ്ടുവിടേണ്ട കാര്യമില്ലല്ലേ. ആ ജാസ്മിൻ എന്നിട്ടും ആ ഒരു സ്നേഹം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. കാരണം അവിടെ നിന്നിട്ട് വേറൊന്നും വേണ്ട, ഈ ഇത്രയും സ്നേഹിക്കുന്ന ഒരാള് പുറത്തുണ്ടെങ്കിൽ ഒരാൾക്കും അവിടെ അകത്ത് നിന്ന് ഇത്രയും വൃത്തിയോടൊന്നും കാണിച്ചു കൂട്ടാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ച് എനിക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇനിയെങ്കിലും ജാസ്മിൻ അതൊക്കെ മനസ്സിലാക്കി ഇപ്പൊ അഫ്സൽ ഓക്കെ ആണ്, ഇനി പുതിയ ലൈഫിലോട്ട് അവർ ഓക്കെ ആണ്, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഇനി പുതിയ ജീവിതം തുടങ്ങാൻ അഫ്സൽ ഓക്കെ ആണെങ്കിൽ ജാസ്മിൻ ഇനിയെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ നിൽക്കുവാണെങ്കിൽ അവരുടെ ലൈഫ് നല്ല രീതിയിൽ പോട്ടെ എന്ന് തന്നെ ആശംസിക്കാം. അതല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഓവറോൾ അവിടെ നടന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നിയേ ആ ഒരു എപ്പിസോഡ്, അതായത് എപ്പിസോഡ് അല്ല, ഈ ലൈവ് കണ്ടിട്ട് എന്താണ് തോന്നിയത്? ഈ മല പോലെ നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും കണ്ടില്ലല്ലോ. അപ്പൊ അതൊക്കെ എന്താ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ അഫ്സൽ ജാസ്മിൻ അവരുടെ ഒരു റിലേഷൻ എന്തായിരിക്കും എന്നുള്ള അതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും കമന്റ് ചെയ്യുക. പിന്നെ ലൈവില് ഇനി എന്തായിരിക്കും, ഓൾറെഡി നമ്മുടെ ഫാമിലി റൗണ്ട് കഴിഞ്ഞല്ലേ, ഇനി നെക്സ്റ്റ് എന്തായിരിക്കും നമ്മുടെ ടിക്കറ്റ് ടു ഫിനാല. അതുപോലെ തന്നെ ഇനി എവിക്ഷനെ കാണും അല്ലെ, എവിക്ഷനെ കുറിച്ചൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ഇനിയിപ്പോ എന്തായാലും വീഡിയോ ഞാൻ ഇനി കേരളത്തിൽ പോയിട്ടായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നമുക്ക് അങ്ങ് കേരളത്തിൽ വെച്ച് കാണാം. ബൈ.